ഹലോ വെൽക്കം ബാക്ക് ടു നനാസ് വ്ലോഗ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു അടിപൊളി ഒട്ടും ഫ്ലോപ്പാകാത്ത ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി തന്നെ ആകാമെന്ന് വിചാരിച്ചു. അതിനു മുന്നേ എല്ലാവർക്കും ബിഗ് ഹാപ്പി ക്രിസ്മസ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒട്ടും വെള്ളമില്ലാതെ ഒരു പാനിലേക്ക് ഒഴിക്കുക. ശേഷം അര കപ്പ് ഷുഗറും കൂടെ ചേർക്കുക. 2 ടേബിൾ സ്പൂൺ മിക്സ്ഡ് ഫ്രൂട്ട് ജാമും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിക്കുക. അബോനയുടെ മിക്സ്ഡ് ഫ്രൂട്ട് ജാമാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. മിക്സ്ഡ് ഫ്രൂട്ട് ജാം മെൽറ്റായി നന്നായിട്ട് തിളച്ച ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചെറീസ് അരിഞ്ഞത്, 1/4 കപ്പ് യെല്ലോ കളർ ടൂട്ടി ഫ്രൂട്ടി, 1/4 കപ്പ് റെഡ് കളർ ടൂട്ടി ഫ്രൂട്ടി, 1/4 കപ്പ് ഗ്രീൻ കളർ ടൂട്ടി ഫ്രൂട്ടി, 1/4 കപ്പ് ഈത്തപ്പഴം ചെറുതായി അരിഞ്ഞത്. കുറച്ച് ഹാർഡായിട്ടുള്ള ഈത്തപ്പഴം വേണം പ്ലം കേക്കിന് വേണ്ടിയിട്ട് എടുക്കാൻ, ഇല്ലെങ്കിൽ ഈത്തപ്പഴം ഇതിൽ മെൽറ്റായി കൂടുതൽ കേക്ക് ഈത്തപ്പഴത്തിൻ്റെ ഫ്ലേവറിലേക്ക് മാറും. 1/2 കപ്പ് ബ്രൗൺ കളർ മുന്തിരി, 1/2 കപ്പ് ബ്ലാക്ക് മുന്തിരി, 1 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ചെറിയ കഷ്ണങ്ങളാക്കി ഷുഗർ സിറപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കേക്കിലേക്ക് എടുക്കാൻ പറ്റും. കൈപ്രസം പോയി കിട്ടുകയും ചെയ്യും. 1 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 1/4 ടീസ്പൂൺ കാർഡമൻ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ ഇവ ചേർക്കുക. ഇതാണ് റം എസൻസ്. നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കാം. ചേർക്കുകയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ ഇത് പ്ലം എസൻസ് 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ തേനിന് പകരം ഷുഗർ എടുക്കാവുന്നതാണ്. ഇവിടെ 2 ടേബിൾ സ്പൂൺ തേനും 1 ടേബിൾ സ്പൂൺ ഷുഗറും ആണ് ചേർത്തത്. ഇനി ഓറഞ്ച് സിറപ്പ് വറ്റി തുടങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനിടക്കായിട്ട് നമ്മൾ സ്പാച്ചില വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഓറഞ്ച് സിറപ്പ് വറ്റി തുടങ്ങി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1/4 കപ്പ് കാഷ്യും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒന്ന് ചൂടാക്കിയിട്ട് തീ ഓഫ് ചെയ്യാം. ഇത് തണുത്ത് കഴിഞ്ഞാൽ കേക്കിലേക്ക് ചേർക്കാൻ പറ്റിയ സ്ട്രക്ചറിലുള്ള ഫ്രൂട്ട് മിക്സ് ആയി കിട്ടും. ഇത് 1 വീക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റും. നന്നായി നമ്മുടെ ഫ്രൂട്ട് മിക്സ് തണുത്ത ശേഷം ഇങ്ങനെയായിരിക്കും കിട്ടുക. ഈ ഒരു സമയമാണ് നമ്മുടെ കേക്കിലേക്ക് ഇത് ചേർത്ത് കൊടുത്താൽ നമ്മളെ കേക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയി കിട്ടുകയുള്ളൂ. ഇനി ഇതിനെ ഒരു എയർ ടൈറ്റ് ബൗളിലേക്ക് മാറ്റാം. അത് പൊട്ടുന്ന കുപ്പിയാണെങ്കിൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ഭരണിയും യൂസ് ചെയ്യാം. ഒരു 1 വീക്ക് വരെ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും. നിങ്ങൾക്ക് പെട്ടെന്ന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചൂടാറിയ ശേഷം തന്നെ കേക്ക് ഉണ്ടാക്കി യൂസ് ചെയ്യാം. 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും കുഴപ്പമില്ല. ഇത് 3/4 kg 7 ഇഞ്ച് അളവ് വരുന്ന കേക്ക് ടിന്നാണ്. ഇതിലേക്ക് ബട്ടർ പേപ്പർ വെക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ കേക്ക് ടിന്ന് ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ വെച്ച് ഒരു പെൻസിൽ കൊണ്ട് റൗണ്ട് ചെയ്തെടുക്കുക. കേക്ക് ടിന്നിൻ്റെ ഷേപ്പിനനുസരിച്ച് ഇത് കത്രിക കൊണ്ട് വെട്ടിയെടുക്കുക. അതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടി നീളത്തിൽ മടക്കുക, ശേഷം നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്ത് കിട്ടിയ ഭാഗങ്ങളാണ്. ഇനി കേക്ക് ടിന്നിലേക്ക് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ എല്ലായിടത്തും പുരട്ടിയ ശേഷം ഇതിനെ വെച്ച് കൊടുക്കുക ടിന്നിലേക്ക്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റുവാനും സൈഡ് ഭാഗം കരിയാതിരിക്കാനും വളരെ ഹെൽപ്ഫുള്ളാണ്. അടുത്തത് കാരമൽ സോസ് റെഡിയാക്കുന്നതിന് വേണ്ടി 1/2 കപ്പ് ഷുഗറും പ്ലസ് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വാട്ടർ ചേർത്ത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഷുഗർ ചെറുതായിട്ട് ബ്രൗൺ നിറമായി തുടങ്ങുന്നുണ്ട്. ഷുഗറെല്ലാം മെൽറ്റായി നല്ല ബ്രൗൺ നിറമായി തുടങ്ങുമ്പോൾ ഒരു 1/4 കപ്പ് വാട്ടർ പ്ലസ് 1 ടേബിൾ സ്പൂൺ വാട്ടറും കൂടെ വേണമെങ്കിൽ ചേർത്ത് നന്നായിട്ട് തിളച്ച് മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയായി. ഇതിൽ നിന്ന് 1/2 കപ്പ് കാരമൽ സിറപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് അത്യാവശ്യം നല്ല കളറ് കേക്കിന് വരണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ കാരമൽ ലിക്വിഡ് കളർ ചേർത്ത് കൊടുക്കുക. ഇത് 1 ലിറ്ററിൻ്റെ ബോട്ടിലായിട്ടാണ് ഷോപ്പിൽ നിന്ന് കിട്ടുന്നത്. ഇത് തികച്ചും ഓപ്ഷനിലാണ്.
കാരമൽ സിറപ്പ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ കേക്കിലേക്കുള്ള ഫ്രൂട്ട് മിക്സ് എടുത്ത് നോക്കാം. ഒരു 2 days കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഫ്രൂട്ട് മിക്സ് എടുത്ത് കേക്ക് ഉണ്ടാക്കുന്നത്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദപ്പൊടിയിൽ നിന്ന് ഫ്രൂട്ട് മിക്സിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി മാറ്റി വെക്കുന്നുണ്ട്. കേക്കിൽ ഫ്രൂട്ട് മിക്സ് എല്ലാ ഭാഗത്തും ഒരുപോലെ കിടക്കാൻ വേണ്ടിയാണിത്. ഇനി ഇതിലേക്ക് 1.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ സിനമൺ പൗഡർ, 1/2 ടീസ്പൂൺ കാർഡമൺ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടി ചേർത്ത് പൊടിച്ചത്, 1 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്ത ശേഷം മറ്റൊരു ബൗളിലേക്ക് സീവ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരുപോലെ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ കേക്ക് ഒന്നും കൂടെ പെർഫെക്റ്റ് ആയി കിട്ടാൻ ഹെൽപ്ഫുൾ ആണ്. വീണ്ടും ഇതിനെ ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക. 1 കപ്പ് ഫ്രൂട്ട് മിക്സ് ആണ് ഞാൻ എടുത്തത്. ബാക്കി വരുന്ന ഫ്രൂട്ട് മിക്സ് ആണ് ഇത്. ഈ ഒരു ഫ്രൂട്ട് മിക്സ് വെച്ച് 1 കപ്പ് എടുക്കുകയാണെങ്കിൽ 2 കേക്കിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട് മിക്സ് ഉണ്ടാകും. 1.5 കപ്പ് മാക്സിമം എടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രൂട്ട്സ് ഉള്ള ഒരു പ്ലം കേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഒരു 1/2 കപ്പും കൂടെ ബാലൻസ് ഉണ്ടാവും ഇതിൽ. ഇനി ഇതിലേക്ക് മാറ്റി വെച്ച മൈദപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലായിടത്തും ഫ്രൂട്ട് മിക്സ് ഒരുപോലെ കിടക്കാൻ വേണ്ടിയാണിത്. ഇതിലേക്ക് 125 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് ഫുൾ സ്പീഡിൽ 2-3 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കുക. പകുതി ബീറ്റ് ചെയ്ത ശേഷം സൈഡിൽ ബീറ്റ് ചെയ്യാതെ കിടക്കുന്ന ബട്ടർ സെൻറ്ററിലേക്ക് ആക്കി കൊടുത്ത് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അൺസാൾട്ടഡ് ബട്ടർ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണും കൂടെ ഷുഗർ പൗഡർ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ മധുരം കുറച്ച് കുറക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഷുഗർ പൗഡറാണ് ചേർത്ത് കൊടുത്തത്. നല്ല ക്രീമി മെത്തഡിലായിട്ട് നമ്മുടെ ബട്ടറും ഷുഗറും ചേർത്ത് കിട്ടിക്കഴിഞ്ഞു. ഇത് മാക്സിമം 5 മിനിറ്റ് വരെ നമുക്ക് ബീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഓരോ എഗ്ഗ് വീതം ലോ സ്പീഡിൽ മിക്സ് ആകുന്നത് വരെ മാക്സിമം 1 മിനിറ്റ് വരെ നമുക്ക് ബീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് മിക്സ് ആയാലും മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പ്ലം എസൻസ്, 1 ടീസ്പൂൺ വാനില എസൻസ്, 1/2 കപ്പ് കാരമൽ സിറപ്പ് ചേർത്ത് ഫുൾ സ്പീഡിൽ ജസ്റ്റ് മിക്സ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഫ്രൂട്ട് മിക്സിൻ്റെ 1/3 ഭാഗം, അതിന് മുകളിലായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ 1/3 ഭാഗം കൂടെ ചേർത്ത് നന്നായിട്ട് ഫുൾ സ്പീഡിൽ ജസ്റ്റ് മിക്സ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ തുടരെ ചെയ്യുക. നമ്മുടെ പെർഫെക്റ്റ് കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി ബട്ടർ പേപ്പർ സെറ്റ് ചെയ്ത് വെച്ച് ബേക്കിംഗ് ടിന്നിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിക്കാം. ശേഷം സ്പാച്ചുല ഉപയോഗിച്ച് മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കാം. നട്ട്സിന്റെ പകുതി ഭാഗം കട്ട് ചെയ്ത് അതിന്റെ മുകളിൽ നേരിട്ട് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിൽ വേറെ ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് ഒരു വെയിറ്റ് മെഷീൻ എടുത്ത് ഓണാക്കി ടയർ നോക്കി കഴിഞ്ഞാൽ ടോട്ടൽ വെയിറ്റ് കാണിക്കും. കേക്ക് ടിന്നിന് ടോട്ടൽ വെയിറ്റ് വരുന്നത് 200 ഗ്രാം ആണ്. ഇവിടെ 1094. കേക്ക് ടിന്നിൻ്റെ 200 ഗ്രാം വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് ടോട്ടൽ 900 ഗ്രാം. ഇത് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 50 ഗ്രാം കുറഞ്ഞ് നമുക്ക് കേക്കിൻ്റെ ടോട്ടൽ വെയിറ്റ് 850 ഗ്രാം ഉള്ള ഒരു പ്ലം കേക്കായി കിട്ടും. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ശേഷം ഓവനിൽ വെച്ച് 50 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാകും. കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് കേക്ക് ടിന്നിൽ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതിനെ കമിഴ്ത്തിട്ട് കൊടുത്ത ശേഷം കേക്കിനെ സെപ്പറേറ്റ് ആക്കി എടുക്കുക. ഇതിൻ്റെ സൈഡിലുള്ള ബട്ടർ പേപ്പർ മുഴുവനായിട്ട് എടുത്ത് കേക്കിന് തിരിച്ചിട്ട് കൊടുത്ത് ചൂടാറാൻ വെക്കുക. കേക്ക് ബോർഡിൽ വെച്ച് കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് 964 ഗ്രാം. കേക്ക് ബോർഡിൻ്റെ 100 ഗ്രാം വെയിറ്റ് കുറച്ചാൽ കേക്കിൻ്റെ ടോട്ടൽ റേറ്റ് 864 ഗ്രാം. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഒരുപോലെ കേക്കിൽ എല്ലാ ഭാഗത്തും കിടക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും
ഇത് 4 ഡേയ്സ് വരെ നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് സൂക്ഷിക്കാവുന്നതാണ്. പുറത്ത് തന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇത് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഇത് കഴിക്കാൻ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുക. ഇത് 1 ടീസ്പൂൺ കാരമൽ കളർ ചേർത്ത് കുറച്ച് ബ്രൗൺ കളർ കൂടിയ പ്ലം കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.